VPS ലേക്ക് ഷോർ പ്രസിഡന്റ് SK റിപ്പോർട്ടിൽ തുടരുകയാണ്. നിങ്ങൾക്കറിയാം, അതിരപ്പള്ളി രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ കാട്ടാനാക്രമണത്തിന്റെ വാർത്തകൾ വന്നുകൊണ്ടാണ് മോർണിംഗ് ഷോയിൽ ചെറിയൊരു ഇടവേള വന്നത്. അപ്പോൾ മോർണിംഗ് ഷോ തുടരുകയാണ് മാനാഞ്ചിറയിൽ നിന്ന്. അപ്പോൾ മാനാഞ്ചിറയ്ക്ക് അപ്പുറത്ത് കടപ്പുറമുണ്ട്. അവിടെയാണ് നമ്മൾ 20-ാം തീയതി പൊളിക്കാൻ പോകുന്നത്. 20-ാം തീയതി നമ്മൾ 1 ലക്ഷം ആൾക്കാരുടെ ശക്തി പ്രകടനമാണ് നമ്മൾ പറയുന്നത്. അവർ ആർത്തലയ്ക്കുന്ന കടലിന് സമാന്തരമായി മറ്റൊരു മനുഷ്യ മഹാസമുദ്രം അങ്ങോട്ട് തീർത്തിട്ട് പറയും അവസാനത്തെ MDMA കാരനും കടക്ക് പുറത്ത് പറയും. അപ്പൊ നമ്മളെ കാണാനൊക്കെ ലയൺസ് ക്ലബ്ബ് കാലിക്കറ്റ് ന്യൂ വേവ്സ് ഡിസ്ട്രിക്ട് 318E അല്ലേ? ഓക്കെ. എന്താ പേര്? അനഘ. വത്സമ്മ. സുനിത. നമ്മുടെ ഗവർണർ ഇതാണ് ഡിസ്ട്രിക്ട് ഗവർണർ. സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ഡിസ്ട്രിക്ട് ഗവർണർ. അപ്പൊ എന്താണ് ഈ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം എന്താ? ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. ഒറ്റ കാര്യം, അതായത് ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ടെന്ന് നമ്മുടെ പ്രേക്ഷകർ വിശ്വസിക്കാൻ സാധ്യതയുള്ള ഒരൊറ്റ കാര്യം. ഇന്നത്തെ സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ഡ്രഗ് അവയർനെസ്, ആന്റി ഡ്രഗ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ്. അതിന്റെ ഇമ്പാക്ട് എത്ര സീരിയസ് ആണ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെ. അപ്പൊ നമ്മൾ ഒന്നിച്ച് കാണൂലേ? ഒന്നിച്ചുണ്ടാവണം. നമ്മൾ ഒന്നിച്ചൊന്നായി പറയും. നമ്മൾ മാത്രമല്ല MDMA കാരനെ നമ്മൾ ഒറ്റപ്പെടുത്തും. ഓക്കെ. അപ്പൊ സന്തോഷം. നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ജില്ലാ ഗവർണറാണ്. ഓക്കെ, വളരെ സന്തോഷം. അങ്ങനെ പരിചയപ്പെടാൻ പറ്റിയാലും സന്തോഷം. ഓക്കെ, 5 ഡിസ്ട്രിക്റ്റിന്റെ ഹെഡാണ്. കാസർഗോഡ് മുതൽ വയനാട്, മായി, കോഴിക്കോട്, കണ്ണൂർ 5 ഡിസ്ട്രിക്ട്. നല്ല വിനയമുള്ള വണ്ടർഫുൾ വൈഫ്. അതിനൊരു ബന്ധമൊന്നും അതെ, എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ സാധിക്കും. നമ്മൾ പൂർണ്ണമാവണമെങ്കിൽ നമ്മൾ 20-ാം തീയതി കടപ്പുറത്ത് കാണണം. കോഴിക്കോട് നമ്മൾ അന്ന് പൊളിക്കണം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്ലബ് ഉണ്ടാവും. അങ്ങനെ അങ്ങോട്ട് വരുമോ? കടപ്പുറത്ത് നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. എനിക്കൊന്ന് ഇത് ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഡെവലപ്മെന്റ് ഓഫീസറാന്ന് പറഞ്ഞു. അപ്പൊ സർവ്വ LIC-ക്കാർ അങ്ങോട്ട് വരാൻ പറ. അവിടെ ജീവിതം ഇൻഷുർ ചെയ്യാനാണ് എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടി. കാരണം അറിയോ, ഈ നമ്മൾ 1 ലക്ഷം പേര്, നമുക്ക് 10,000 പേരായാലും പ്രോഗ്രാം നടത്താം. അതല്ല, 1 ലക്ഷത്തിലധികം ആൾക്കാരുണ്ടെങ്കിൽ ഇവരിന്ന് പേടിക്കും. കേരളീയ സമൂഹം മുഴുവൻ ഒരു ഇമ്പാക്ട് എന്ന് വെച്ചാൽ അവര് പേടിക്കണം. വേറെ പേടിക്കണ്ട. നമ്മുടെ പോലീസുകാരെ പേടിപ്പിക്കണ്ട. നമുക്ക് പേടി എന്തായാലും 100%. അതായത് ഈ ഒരു ഡ്രഗ് അവയർനെസ്സിന് കേരളം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് കൂടുതൽ 24 ഉള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ സന്തോഷം. പൊതപ്പിച്ചോളൂ. എല്ലാവരും ചേർത്ത് പൊതപ്പിച്ചോളൂ. അപ്പൊ ആഷ്മിയെ പൊതപ്പിച്ച് കിടത്തി. അല്ല, ഗോപികൃഷ്ണനെ ഒറ്റപ്പെടുത്തരുത്. ഗോപികൃഷ്ണനോട് പൊതപ്പിച്ച് കിടത്തണം. ഓക്കെ, ഗോപികൃഷ്ണൻ വിനയാനിതനായി നിൽക്കൂ അല്ലേ? വളരെ സന്തോഷം കേട്ടോ, വളരെ സന്തോഷം. ദീപക് ജി ഇവിടെ ഉണ്ട്. മാധ്യമങ്ങളുടെ പങ്ക് അതൊരിക്കലും നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. മാധ്യമങ്ങളാണ് എല്ലാത്തിനും നന്മകൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നുള്ളത്. അതൊക്കെ വിമർശനമില്ലാത്ത ഒരു കാര്യം മുമ്പോട്ട് ഉണ്ടാവില്ല. എല്ലാ നന്മയ്ക്കും വിമർശനം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ തളി. അപ്പോ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, സന്തോഷം. പ്രശസ്തമായ തളിയിൽ ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. തളിയിൽ എല്ലാമാണ്. പേര് മാത്രമേ ഞാൻ മറന്നുള്ളൂ. രാജേഷ്. ഞാൻ ഓർക്കുന്നു. അറിയാലോ. തീർച്ചയായും. നമ്മൾ എത്ര തവണ കണ്ടു? ഫ്ലവേഴ്സ് ഒന്ന്. ഒന്നും തളിയിൽ ക്ഷേത്രമായിട്ട്. ഓക്കെ, അപ്പൊ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രാജേഷ് എന്ന് പറയുന്ന ഒരു പയ്യന്റെ പേരുമല്ലോ അല്ലേ? ഒരു പയ്യനാണല്ലോ. വളരെ സന്തോഷം. അപ്പൊ എന്തായാലും നമുക്ക് അണിചേരണം. നമുക്ക് കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ശക്തിയോടെ വിളിച്ചു പറയണം. അങ്ങയുടെ ഈ സംരംഭം വളരെ മോശം. അതെ, അങ്ങയുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. പൂർണ്ണതയിലെത്താൻ മഹാദേവൻ ഇത് ഞങ്ങള് ആയിട്ട് സ്വീകരിക്കാം. വളരെ സന്തോഷം. എല്ലാ പിന്തുണയും ഉണ്ടാവും. വളരെ സന്തോഷം. ഓക്കെ. ഗോപികൃഷ്ണൻ, ഇതാ പ്രസാദം. ഓക്കെ. നമുക്ക് 1734 പന്നാട് ഏറ്റുവാങ്ങിയ കോഴിക്കോട് ദീപക് തർമ്മണത്തെ വെറുതെ വിടാൻ പാടില്ല അല്ലേ? ഓക്കെ. നന്നായി. എനിക്കൊന്ന്
ആ മണവാള ലുക്ക് അങ്ങ് മാറി അല്ലേ? നേരത്തെ രാവിലെ വന്നപ്പോഴേ ദീപക്കിനെ അതൊക്കെ ഒരു മണവാള ലുക്ക്. ഇത് ഇലക്ട്രോണിക്സ് നിങ്ങൾ ഇലക്ട്രോണിക്സ് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. ഈ ഗോപി ടി വി കേടായി ഇരുന്ന് കഴിഞ്ഞാൽ നന്നാക്കുന്നവരവര്. ഒരു സംസ്ഥാന വ്യാപാരം എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞേ? 2500. നിങ്ങൾ വൈസ് പ്രസിഡന്റ് അല്ലേ? ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് എന്താ പേര്? മെമ്പർമാരുടെ മാത്രം എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. മെമ്പർമാരെ മാത്രം. അതായത് ടി വി ഓഫ് ആയിരുന്ന ആൾക്കാർ പോയി പുതിയ ടി വി വാങ്ങിച്ചോളയും. അതിനെതിരെയുള്ള ശത്രുക്കളല്ല, നമ്മുടെ ചങ്കാണ്. അപ്പൊ നിങ്ങൾ ഇതിൽ പങ്കുചേരാൻ വന്നതിൽ വളരെ സന്തോഷം. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ടിവിയിലും നന്നാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചാനൽ ഓൺ ചെയ്ത് ഇട്ട് കൊടുക്കുകയും വേണം. നന്നാക്കിയിട്ട് ടി വി ഒരു ലഹരിയാകട്ടെ. ടി വി ഒരു ലഹരി എന്ന് മാത്രമല്ല, ചാനലിൽ ട്യൂൺ ചെയ്യുമ്പോൾ 24 മറക്കാതിരിക്കുക. അതിന്റെ പിന്നാലെ ഫ്ലവേഴ്സ് ഓൺ ചെയ്തിട്ട് കൊടുക്കുക. താങ്ക് യു.